സ്പോർട്സിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഞങ്ങൾ പുതിയൊരു പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നാണ്, അല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിനടുത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കളി സഞ്ജു സാംസൺ എന്നൊരു പ്ലെയർ കളിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടിലെ ഒരു ഇന്നിങ്സ് ആണ്. നൂറ്റാണ്ടിലെ ഒരു ഇന്നിങ്സ് ആണ്. കാരണം സെമി ഫൈനല് ഇന്ത്യ കളിക്കില്ല എന്ന് പ്രഡിക്റ്റ് ചെയ്ത ഇന്ത്യക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതായത് വിൻ പ്രഡിക്ഷൻ നോക്കി കഴിഞ്ഞപ്പോ 77%, അതായത് 80%-ഓളം അടുക്ക ആൾക്കാർ വെസ്റ്റ് ഇൻഡീസ് ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതില് പല കാര്യങ്ങളുണ്ട് വെച്ചാല് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ ബാറ്റിംഗ് ലൈനപ്പ് വളരെ മോശമായിരുന്നു. അപ്പൊ സഞ്ജു വരുന്നവരെ അപ്പൊ രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളി പാകിസ്ഥാനായിട്ടെന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ ഇവരെല്ലാം ഇന്ത്യയുടെ എതിർ ടീം ഓപ്പോസിറ്റ് ടീം എല്ലാം ഇന്ത്യൻ ടീമിനെ പഠിച്ചു വെച്ചേക്കുവായിരുന്നു. പഠിച്ചു എല്ലാ ടീമും ഫസ്റ്റ് ഓവറിൽ തന്നെ സ്പിന്നേഴ്സിന് ഇറങ്ങി ഫസ്റ്റ് ഓവറിൽ തന്നെ ഇന്ത്യയുടെ ഓപ്പണർമാർ ഒരു വിക്കറ്റ് എടുക്കും. ഒന്നെങ്കിൽ ഇഷാൻ കിഷൻ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ. അതായത് ഫസ്റ്റത്തെ വിക്കറ്റ് ആരുടെ ഇങ്ങനെ പെട്ടെന്ന് പോകും. അതായത് അഭിഷേക് ശർമ്മ 3 കളി അടുപ്പിച്ചിട്ട് അതിന് അഭിഷേക് ശർമ്മ ഒരു അടിച്ചു കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ പോകും. അപ്പൊ അങ്ങനെ സാധനമാണ് റിങ്കു സിംഗ് 6-ാമത് 7-ാമതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മോശം എന്നല്ല പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു അവസാനത്തെ ഒരു ഓവർ മാത്രമേ കിട്ടുന്നുള്ളൂ. കൂടി പോയ 2-3 ബോൾ ഒരു 6 ഒക്കെ കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു പക്ഷെ അദ്ദേഹത്തിന്റെ അതായത് ഒന്നാം നമ്പർ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ ഒക്കെ 2 ഫിനിഷർമാർ ഓൾറൗണ്ടർ ഫിനിഷർമാരോടൊപ്പം മൂന്നാമത് ഒരു ഫിനിഷറിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞ റിങ്കു സിംഗിനെ ഓപ്പണിങ്ങിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഈ അഭിഷേക് ശർമ്മയൊക്കെ 3 കളി ഡക്ക് പോയിട്ടും വീണ്ടും അവസരം കൊടുക്കണൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് സഞ്ജു സാംസൺ വലിയൊരു സ്കോർ അടിച്ച് ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കുമ്പോഴും എല്ലാവരും ഇത് കൊണ്ടാടുമ്പോഴും ഇന്ത്യൻ ടീമിലെ പലർക്കും ബുംറ പോലെ പലർക്കും അതിനൊന്നും അംഗീകരിക്കാൻ പറ്റാത്തവരോട് സംസാരിക്കുന്നു. ഇതൊക്കെ ശരിക്കും ലോബിങ്ങിന്റെ ഭാഗമാണ്. എന്നിട്ട് ബാക്കിയുള്ള ഇപ്പൊ 2 4 അടിച്ചാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറയാം ഇതും പറയാ. വേണമെങ്കിൽ സഞ്ജു സാംസൺ ഒക്കെ കിട്ടാത്തൊരു പ്രിവിലേജ് അഭിഷേക് ശർമ്മ അടക്കമുള്ള ആൾക്കാർ, ഇപ്പൊ ഗില്ല് അടക്കമുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ റിങ്കു സിംഗിനെ പോലുള്ളവരെയൊക്കെ തഴയുന്നത് വളരെ 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 എന്താ പറയാ മോശമായ ഒരു കാര്യം. കാരണം റിങ്കു സിംഗ് സ്വന്തം അച്ഛൻ മരിച്ചിട്ട് പോലും ഇന്ത്യൻ ടീം വിടാതെ ആലോചിച്ചോണം. റിങ്കു സിംഗിനെ മര്യാദ കളിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല. റിങ്കു സിംഗ് ഒക്കെ ഈ പറയുന്ന വെള്ളം കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ബാറ്റ് മാറാനൊക്കെയാണ് റിങ്കു സിംഗ് ഒക്കെ പോകുന്നത് തന്നെ പലപ്പോഴും. ഒന്ന് ആലോചിച്ചോണം, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൂടി റിങ്കു സിംഗ് ടീമിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഉറപ്പായിട്ട് റിങ്കു സിംഗിനൊക്കെ ഭാവിയിൽ ഇപ്പൊ സഞ്ജുവിന് കിട്ടിയ പോലത്തെ മുഹൂർത്തങ്ങൾ കിട്ടട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം റിങ്കു സിംഗ് എന്തുകൊണ്ട് യോഗ്യനാണ് ഒരു ഓപ്പണിംഗ് ഇറങ്ങാനായിട്ട്. കാരണം റിങ്കു സിംഗിന്റെ ഫോമും റിങ്കു സിംഗിന്റെ കാലിബർ ഓപ്പൺ ഇറക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഒരിക്കലും റിങ്കു സിംഗ് ഇന്ത്യനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഉറപ്പായിട്ടും IPL ആണെങ്കിൽ കൂടി റിങ്കു സിംഗ് കളിക്കണ ആ സമയത്ത് പോലും റിങ്കു സിംഗ് ഉള്ള ഒരു 10 ബോൾ കളിച്ചപ്പോൾ ഒരു 30 റൺസ് 20 റൺസ് റിങ്കു സിംഗ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ ഉറപ്പായിട്ടും ഇപ്പൊ ധോണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കളിപ്പിച്ചാണ്, സൗരവ് ഗാംഗുലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു അതായത് 1 ഡൗൺ നടക്കണമെന്ന് പറഞ്ഞില്ല, 1 ഡൗൺ ഒക്കെ ടൈറ്റ് കോമ്പറ്റീഷനാണ്, ഒരു ഓപ്പണിംഗ് പരീക്ഷിക്കാം. കാരണം ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡർ ആരെങ്കിലും ഫോം ഔട്ട് ആവുന്ന സമയത്ത് ഒരു പരീക്ഷിച്ച് നോക്കും. അപ്പൊ അഭിഷേക് ശർമ്മയ്ക്ക് പ്രതിസന്ധിയാവും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് ഒരിക്കലും ന്യായമല്ല. കാരണം ഫോമിന്റെ ബേസിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഫോം ഔട്ട് ആവും. അത് ഏത് പ്ലെയർ ആണെങ്കിലും ഒന്ന് മാറ്റിയിട്ട് റിങ്കു സിംഗിനെയും സഞ്ജുവിനെയൊക്കെ ഒന്ന് ഓപ്പണിംഗ് ഇട്ട് നോക്ക്. ചിലപ്പോ ഇന്ത്യ വിചാരിക്കാത്തൊരു തുടക്കം, ഇന്ത്യ വിചാരിക്കാത്തൊരു ചരിത്ര കൂട്ടുകെട്ടിന്റെ ആരംഭം ഒരുക്കും. അങ്ങനെ പല കാലങ്ങളിൽ ഈ സൗരവ് ഗാംഗുലി അടക്കം ധോണി അടക്കം പരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഗൗതം ഗംഭീർ, വീരേന്ദ്ര സെവാഗ്, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, അല്ലെങ്കിൽ രോഹിത് ശർമ്മ, ശിഖർ ധവാൻ എന്നൊക്കെ പറയുന്ന കൂട്ടുകെട്ടുകൾ കിട്ടുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിലോട്ടൊക്കെ പരീക്ഷണം പോലല്ല. കാരണം ഇവർക്കൊക്കെ അറിയാം. കാരണം റിങ്കുവിനെയൊക്കെ കേട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ റിങ്കു തകർത്തടിക്കും. അപ്പൊ പലരുടെയും പ്രിവിലേജുകൾ നഷ്ടപ്പെടും. സഞ്ജുവൊക്കെ അനുഭവിച്ചത് ശരിക്കും പറഞ്ഞ റിങ്കു സിംഗിനൊക്കെ അതുകൊണ്ട് സഞ്ജുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമാണ് റിങ്കു സിംഗിന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ഒക്കെ അനുഭവിച്ചത് റിങ്കു സിംഗ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് റിങ്കു സിംഗിനെ സഞ്ജുവിനും മനസ്സിലാവും. കാരണം ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് തഴയപ്പെടുന്ന കാര്യത്തിൽ, അല്ലെ? അതുകൊണ്ട് റിങ്കു സിംഗിനെ കുറിച്ച് നല്ല അവസരം കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സി യു.